ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല നിമിഷങ്ങളോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം ഈ ആഴ്ചയുടെ അവസാന ശനിയാഴ്ച നമുക്ക് ഒരുമിച്ചും ദൈവസന്നിധി കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങളും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്രദമായ ആത്മീയ സന്ദേശങ്ങൾ ഫെയ്ത്ത് വോയിസിലൂടെ നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാശക്തമായി നമ്മുടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവീയ സന്ദേശങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പലരും ഞങ്ങളെ വിളിപ്പാനും പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യുവാൻ ഇടയാക്കുന്നു. പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നുള്ള ശബ്ദം കേൾക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതൽ അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ താഴെക്കണ്ട അഡ്രസ്സിൽ വിളിച്ച് ഞങ്ങളെ ആ വിടുതൽ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹം, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയായിത്തീരും. തുടർന്നുള്ള സമയം ദൈവജനത്തിലും കടുത്തു വരുവാൻ ഇടയാകട്ടെ. ദൈവത്തിന്റെ ആത്മാവത്തിന്റെ സാന്നിധ്യം പിന്നെ നമുക്ക് അനുഭവിപ്പാൻ ഇടയാകട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത് പ്രശ്നവും ദൈവഭക്തനും, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവഭക്തന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അത് അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. ഇന്ന് പകൽ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യമാണ്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങൾ ഒക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ന്യായാധിപന്മാരുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ, അവരുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, ജാതീയ രാജാക്കന്മാരുടെ നടുവിൽ അവരായിരിക്കുന്ന സമയങ്ങളിൽ രക്ഷപ്പെടുവാൻ മുമ്പിൽ പഴുതുകളോ വിടുതലിൻ്റെതായ കരങ്ങളോ മുമ്പിൽ ഇല്ലാതിരിക്കുമ്പോൾ അവർ ദൈവത്തിന് നിലവിളിക്കുമ്പോൾ ദൈവഭക്തന്മാരെ അയച്ച് അവരെ വിടുവിക്കുന്ന അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. ഇസ്രായേലിന്റെ ജീവിത ചരിത്രങ്ങൾ നാം പരിശോധിക്കുമ്പോൾ യഹോവയാ ദൈവം തന്നെ അവരെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരികയാണ്. എന്നാൽ ഈ ജനം ദൈവത്തിന്റെ എത്രമാത്രം വിടുതൽ അനുഭവിച്ച ജനം, ഈ ദൈവത്തിന്റെ വിടുതലിന് ഒത്തവണ്ണം ദൈവത്തിന് നിലനിൽപ്പാൻ കഴിയാതെ ഒരിക്കൽ ദൈവത്തിനനുദാനം ഇപ്രകാരം ചോദ്യം ചെയ്തു. അത് മറ്റാരുമായിട്ടുമല്ല, ശമൂവേലിനോട് ഇപ്രകാരം ചോദിപ്പാനിടയായി തീർന്നു, നീ ഞങ്ങൾക്ക് ഒരു ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വാഴിച്ചു തരണം. എന്താ നമുക്ക് അവിടെ മനസ്സിലാകുന്നത്? ഈ അല്പനിമിഷം വരെ ഈ ജനം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവജനമാണ്. അല്പനിമിഷം വരെ ഈ ജനം ദൈവം നൽകിയ ആത്മീയ ഭൗതിക ആഹാരം അനുഭവിച്ച ജനമാണ്. ദൈവത്തിന്റെ എന്തെന്നില്ലാത്ത ഡയറക്ഷൻ, ദൈവത്തിന്റെ എന്തെന്നില്ലാത്ത നടത്തിപ്പുകൾ അനുഭവിച്ച ജനമാണ്. ഇത് ചില നിമിഷങ്ങൾ സ്വസ്ഥതയ്ക്ക് എത്തി എന്ന് നമുക്ക് തോന്നലുളവായപ്പോൾ അവർ ജാതീയരുടെ നടുവിൽ, ജാതീയ രാജാക്കന്മാരുടെ നടുവിലൂടെ അവർ കടന്നുപോയപ്പോൾ അവരുടെ നടപ്പ് അവർ അനുഷ്ഠിപ്പാൻ ഇടയായി തീരുക. അവർ പറയുന്ന പ്രകാരം ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് രാജാവിനെ വാഴിച്ചു തരണം എന്നുള്ളത്. എന്നാൽ ശമൂവേൽ ദൈവത്തോട് ചോദിപ്പാൻ ഇടയായപ്പോൾ യഹോവയുടെ ആത്മാവ് ശമൂവേലോട് ഒരു പ്രകാരം പറഞ്ഞു, ശമൂവേലേ, അവർ നിന്നെയല്ല ധിക്കരിക്കുന്നത്, അവർ എന്നെ അധിക്കരിക്കുന്നത്. അവർ എന്തു പറയുന്നതോ അതുപോലെ നീ ചെയ്യുക, അവർക്കൊരു രാജാവ്. എന്നാൽ അവരോട് പറഞ്ഞ പ്രകാരം ശമൂവേല്, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം രാജാവിനെ വാഴിത്തരും, പക്ഷേ നിങ്ങളുടെ തലമുറകൾ അന്യരായി ബന്ധിക്കപ്പെട്ടു പോകുവാനിടയായിത്തീരും. നിങ്ങളുടെ തലമുറകൾ പലർക്ക് അടിമകളായി വാഴുവാനിടയായിത്തീരും. പക്ഷെ ഇതൊക്കെ രണ്ട് കരം നീട്ടി ഒരൊറ്റ വാക്കിനാൽ അവരൊക്കെ അംഗീകരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു, ദൈവം നമ്മുടെ നായകനായി, ദൈവം നമ്മുടെ അത്ഭുതവാഹനായി, ദൈവം നമ്മുടെ നടത്തിപ്പുകാരനായി, ഒരു പക്ഷേ ദൈവം നമ്മോട് കൂടി ഇരിക്കുമ്പോൾ പ്രത്യക്ഷ മേഖലയിൽ നമുക്ക് പലതും കാണാൻ കഴിയില്ലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യ പ്രകാരം നാം ദൈവത്തോടൊപ്പം നടകൊണ്ടുന്നെങ്കിൽ, ഭൗതികമായി ഒന്നും കാണാനില്ലെങ്കിലും ആ ദൈവത്തെ നോക്കി നീ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ ദൃശ്യസ്ഥാനത്ത് നിന്നെ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. ശ്രദ്ധിക്കുക, ദൈവം തന്നെ അവരുടെ മുമ്പിൽ പൂർത്തീകരിക്കുന്നവനായി ദൈവം തന്നെ ആഗ്രഹിപ്പാൻ ഇടയാത്തുള്ളപ്പോൾ രാജാക്കന്മാരെ വാഴിച്ചു നൽകണം പറയുക. ഇത് ശ്രദ്ധിക്കണമേ, രാജാക്കന്മാരെ വാഴിച്ചു, രാജാക്കന്മാർ അവിടെ ഭരണം നടത്തുവാൻ ഇടയായി തീർന്നു. എന്നിരുന്നാലും എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ അവർ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. രാജാക്കന്മാർക്ക് പലപ്പോഴും
നേരായി വണ്ണം പ്രൈസല്ലോ നിയമങ്ങൾ നടപ്പിലാക്കാൻ ന്യായയുക്തമായ ന്യായപാലനം ചെയ്യുവാൻ കഴിയാത്ത അനുഭവങ്ങൾ അത് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. രാജാക്കന്മാരെ പരാജയങ്ങൾ ഈ ഇസ്രായേൽ കാണാൻ ഇടയായിത്തീർന്നു. അത് നിമിത്തം അവർ വല്ലാതെ വ്യാകുലപ്പെടുന്ന അനുഭവം ഉണ്ടായിത്തീർന്നു. അങ്ങനെ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഓരോന്നൊന്നായി കടന്നുപോയി. പ്രൈസല്ലോ ഹല്ലേലൂയ. അതിനുശേഷം ഇതാ അത് ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങൾ, അത് ന്യായാധിപന്മാരെ ദൈവം അവർക്ക് വേണ്ടി വാഴിപ്പാനിടയായിത്തീർന്നു. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ സ്വസ്ഥ അനുഭവിക്കും. ഒരു ന്യായാധിപൻ അവരെ വാഴും. ആ ന്യായാധിപനിലൂടെ അവർ സ്വസ്ഥ അനുഭവിക്കും. വീണ്ടും അവർ തെറ്റിലേക്ക് കടന്നു പോകും, പാപം ചെയ്യും, വീണ്ടും ദൈവത്തോട് അവർ നിലവിളിക്കും. അടുത്തൊരു ന്യായാധിപനെ ദൈവം അവർക്ക് വാഴിപ്പാനിടയായിത്തീരും. ആ ന്യായാധിപനിലൂടെ ജാതീയ ശക്തിയുടെ നടുവിൽ വിടുതൽ നേടുവാനിടയായിത്തീരും. വീണ്ടും അവർ തെറ്റിലേക്ക് പോകുന്നു, വീണ്ടും അടുത്തൊരു ന്യായാധിപനെ ദൈവം നൽകുവാൻ. ഇങ്ങനെ മാനസാന്തരങ്ങളും അവരെ ഭരിക്കേണ്ട ന്യായാധിപന്മാരെ ഇങ്ങനെ ചാക്രിയമായി അനുഭവങ്ങൾ, അത് സൈക്ലിക്കലായിട്ട് അവരുടെ അനുഭവം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ യഥാർത്ഥമായ സ്റ്റേബിളായി നിലനിൽക്കുന്ന ഒരു മാനസാന്തരം ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിലനിൽക്കുന്ന അനുഭവം കാണപ്പെടുന്നു. എന്നാൽ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് നിലനിൽക്കുന്ന ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കാനിടയായി തീരുകയാണ്. മാനസാന്തരങ്ങൾ പല നിലവാരങ്ങളിലുണ്ട്. നാം പുതിയ നിയമം പഴയ നിയമം ഒരേപോലെ നാം പരിശോധിക്കുമ്പോൾ ഏകദേശം 4 തരത്തിലുള്ള മാനസാന്തരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണപ്പെടാൻ കഴിയും. ഒന്ന് നെബൂഖദ്നേസറിന്റെ മാനസാന്തരം, 2 ഹെരോദാവിന്റെ മാനസാന്തരം പുതിയ നിയമത്തിലൂടെ കാണപ്പെടുവാൻ കഴിയുന്നു. മറ്റൊരു മാനസാന്തരം അത് ഫറവോന്റെ മാനസാന്തരം പഴയ നിയമത്തിൽ കാണപ്പെടുന്നു. മറ്റൊരു മാനസാന്തരം ഇത് സക്കായിയുടെ മാനസാന്തരം, യഥാർത്ഥമായ മാനസാന്തരം. എന്താ നെബൂഖദ്നേസറിന്റെ മാനസാന്തരം എന്ന് ചോദിച്ചാൽ, നെബൂഖദ്നേസർ ദൈവഭക്തന്മാരെ തീച്ചുള്ളിയുടെ നടുവിൽ ഇടുവാൻ ഇടയായിത്തീർന്നെങ്കിലും 4-മനായ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവൻ പറയുവാൻ ഇടയായിത്തീർന്നു, ഇവർ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഇവൻ ജീവനുള്ള ദൈവമാണെന്ന് അത് ഹൃദയത്തിലുള്ള അതരത്തിലുള്ള വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ ദൈവത്തെ ആരാധിപ്പാൻ അവന്റെ ഹൃദയം വിട്ടുകൊടുപ്പാൻ ഇടയാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഹൃദയംഗമായി ആ ദൈവത്തെ ആരാധിപ്പാൻ അവൻ തുനിയുന്നില്ല. അതാണ് അത് നെബൂഖദ്നേസറിന്റെ മാനസാന്തരം. ജീവന്റെ ദൈവത്തെ അവൻ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ആ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത അതെ മാറിപ്പോകുന്ന ഒരു മാനസാന്തരത്തിനുടമ മറ്റൊരു വ്യക്തിയാണല്ലോ പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ അകത്തളങ്ങളിൽ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചവനായ ഫറവോന്റെ മാനസാന്തരം. ഓരോന്നോരോന്ന് ബാധ അവരുടെ അടിവിലേക്ക് അയക്കുമ്പോൾ 1-ാമത്തെ ബാധ അനുഭവപ്പെട്ടപ്പോൾ മോശെ വിളിച്ചു പ്രാർത്ഥിച്ചു, ഒരു മാനസാന്തരം. അടുത്തൊരു ബാധ അവരിൽ കടന്നു വന്നപ്പോൾ ഇത് മോശെ വിളിച്ചു വീണ്ടും പ്രാർത്ഥന, ഒരു മാനസാന്തരം. ഇതേപോലെ പലരും എന്നെ ശ്രമിക്കുന്നുണ്ടായേക്കാം. വിടുതലിന്റെ അനുഭവങ്ങൾ പലതും സംഭവിക്കുമ്പോൾ വീണ്ടും പഴയ അനുഭവങ്ങളിലേക്ക് പഴയ മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ ധരിച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതൊക്കെ കഴിഞ്ഞു പോകുവാനിടയായി തീർന്നു. പക്ഷെ നിലനിൽക്കുന്ന ഒരു മാനസാന്തരത്തിന് ഉടമയാകുവാൻ താങ്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുക. ഫറവോന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ബാധകൾ കടന്നു വന്നപ്പോൾ ഒരു മാനസാന്തരം, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആത്മീയരായ ദൈവഭക്തന്മാരുടെ ആലോചന കേൾപ്പാൻ കടന്നു വരുന്നു. ദൈവാലോചന പ്രാർത്ഥനയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ പലരും ആ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ വിട്ടുമാറുവാനിടയായിത്തീരും. എന്നാൽ താങ്കളെപ്പറ്റി നിങ്ങളെപ്പറ്റി ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നിലനിൽക്കുന്ന ഒരു മാനസാന്തരത്തെ പറ്റി താങ്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത മാനസാന്തരം ശ്രദ്ധിക്കണമേ, പുതിയ നിയമത്തിൽ ഹെരോദാവിന്റെ മാനസാന്തരമാണ്. ഹെരോദാവിന്റെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ശക്തമായ ആലോചനയാണ് ഹെരോദാവിന് അത് നൽകുവാൻ ഇടയാത്തുന്നത്. അവൻ അധർമ്മം പ്രവർത്തിപ്പാൻ ഇടയാത്തുന്നപ്പോൾ അധർമ്മത്തെ പറ്റി ദൈവത്തിന്റെ ആത്മാ ശക്തമായി സംസാരിച്ചു. വാക്കും ഭാഷണം കൂടാതെ മുഖം നോക്കാ ദൈവാത്മാവിന്റെ ആലോചന യോഹന്നാൻ സംസാരിപ്പാൻ ഇടയായി തീരുകയാണ്. പക്ഷെ അവൻ കുറ്റബോധമുണ്ടായി. പക്ഷേ ആ കുറ്റബോധത്തിനൊത്തവണ്ണം പാപബോധത്തിനൊത്തവണ്ണം നീതിബോധത്തിലേക്ക് അടുത്തു വരാൻ കഴിയാതെ അവൻ അതേ പാപത്തിന് അടിമയായി തീരുവാനിടയായി തീരുക. ഇന്നും പലർക്കും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവഭക്തന്മാരുടെ ആലോചന കേൾക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത മാനസാന്തരം കുറ്റബോധം ഉണ്ടാകുന്നു. പക്ഷേ പിന്നെയും പഴയ പടിയിലേക്ക് പോകുക. എന്നാൽ സക്കായിയുടെ മാനസാന്തരം ശ്രദ്ധിക്കണം. സക്കായിയുടെ മാനസാന്തരം യേശു അവനിലേക്ക് അടുത്തു വന്നപ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുമ്പോൾ അവന് ഉണ്ടായ മാനസം ശ്രദ്ധിക്കണമേ, അവന്റെ ജീവിതത്തിലുണ്ടാത്ത പാപത്തെ പറ്റൊരു ബോധ്യത അവനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ യേശു നമ്മോട് അടുത്ത് വരുമ്പോൾ, അവൻ നമ്മോട് കൂടെ ആയിരിക്കുമ്പോൾ, യേശു നമ്മോട് കൂടെ ആയിരിക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ പോരായ്മകളെ നമുക്ക് കാണപ്പെടുവാനിടയായി തീരുകയാണ്. നമ്മുടെ ബലഹീനതകളെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരുകയാണ്. ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ.
അത് ദൈവത്തെ അത്യുച്ച നാദത്തോടുകൂടെ ആരാധിക്കുന്ന സാറാഫുകൾ, പ്രൊഫസലോ ദർശിക്കുന്ന യെശയ്യാ പ്രവാചകൻ, പ്രൊഫസലോ ദൈവത്തിന്റെ സാന്നിധ്യം തന്നിലേക്ക് കടന്നു വന്നപ്പോ പ്രൊഫസലോ ഹല്ലേലൂയ താൻ പറയുക, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ളവൻ, ശുദ്ധിയില്ലാത്ത ജനത്തിനു നടുവിൽ ഞാൻ നിവസിക്കുന്നു. എന്താ എന്നോട് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം തന്നിലേക്ക് അടുത്ത് വന്നപ്പോൾ തന്റെ ജീവിതത്തിലെ ബലഹീനതകൾ ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് അത് കൊണ്ടുവരുവാൻ, അവനെ കാണുവാനിടയായി തീരുകയാണ്. വൈസായ സന്ധ്യ സമയത്ത് ദൈവജനം ശ്രവിക്കുക, ദൈവജനമേ, മാനസാന്തരം നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായി തീരട്ടെ. മാനസാന്തരം ദൈവത്തിൽ നിലനിൽക്കുന്ന അനുഭവങ്ങളായി തീരുവാനിടയാകട്ടെ. വഴുതിപ്പോകുന്ന ഒരു ക്രിസ്തു ജീവിതം നയിപ്പാൻ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നില്ല. നിലനിൽക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നയിപ്പാൻ താങ്കളെ പറ്റി ദൈവം ആഗ്രഹിപ്പാനിടയായി തീരുകയാണ്. ഇവിടെ ഇതാ ഇസ്രായേൽ ജനത്തെ സംഭവിച്ചത്, ഇവർ ദൈവസന്നിധി അനുദപിക്കുന്നു. അവർക്ക് വേണ്ടി ന്യായാധിപന്മാരെ ദൈവം അയച്ച് അത് ശത്രുവിന്റെ നടുവിൽ അവർക്ക് വിടുതൽ നൽകുക. ഇവിടെ ഇതാ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ വളരെയധികം ദൈവത്തിന് അനിഷ്ടമായി ചെയ്തു എന്നാണ് 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി. അത് നിമിത്തം എന്ത് സംഭവിച്ചു? 7 സംവത്സരം മിദ്യാന്യരുടെ നടുവിൽ അവരുടെ നന്മകൾ മിദ്യാന്യർ കൈവശമാകുന്ന അനുഭവം ഉണ്ടായി. നിങ്ങൾ കടന്നു പോകുന്ന ദേശത്ത് നിങ്ങളെപ്പറ്റിയുള്ള ഭീതി അത് കടന്നു വരുമ്പോൾ ആ ദേശത്തിന് നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ബോധ്യം ഉണ്ടാകും. ഇസ്രായേൽ ജനം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അത് മോശയുടെ നേതൃത്വത്തിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അമോര്യരുടെ നടുവിൽ, ഹിത്യരുടെ നടുവിൽ, എബൂസരുടെ നടുവിൽ അവർ ഒരു കാലഘട്ടത്തിൽ മിദ്യാന്യരുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അവർ ജീവിക്കുന്ന ദൈവത്തെ പറ്റിയ ഭയം ഇതാ ഒരിക്കൽ ഈ ജനത്തിനുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ ഒരിക്കൽ ഇവരെ ഭയപ്പെട്ട ജനം ഇവരെ ഇപ്പൊ ഭയമില്ലാതായി മാറി. ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും മാറിപ്പോകുമ്പോൾ നാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ഭയപ്പെട്ടതുമായ സാത്യാന്റെ ശക്തികൾ നമ്മിൽ നിന്ന് ദൈവ സാന്നിധ്യം മാറിപ്പോകുമ്പോൾ നമ്മുടെ മീതെ അധീനപ്പെടുത്തുവാൻ ഇടയായിത്തീരും. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന് പ്രസാദമായി നാം ചെയ്യുന്നെങ്കിൽ ഒരൊറ്റ ശക്തിയും നമ്മുടെ ബലത്തെ ക്ഷയിപ്പിക്കുവാനോ നമ്മുടെ അഭിഷേകത്തെ കെടുത്തി കളയുവാനോ കഴിയുകയില്ല. അതാണ് ശിംശോന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എപ്പോൾ അവൻ ദൈവകൃപയിലായിരുന്നു, എപ്പോൾ അവൻ അഭിഷക്തമായ ദൈവത്തിന്റെ ശക്തിയിൽ നിറഞ്ഞുവോ അന്ന് ഫെലിസ്തീൻ അവനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. എപ്പോൾ അവന്റെ ദൈവകൃപ മാറ്റപ്പെട്ടുവോ, എപ്പോൾ അവന്റെ ദൈവശക്തി അവനെന്ന് മാറ്റപ്പെട്ടുവോ, അവൻ ശേഷം മനുഷ്യനെ പോലെയായി അതാ ഫെലിസ്തീന്റെ നടുവിൽ ഒരു കളിപ്പാവ പോലെ അവനായിത്തീരുവാനിടയായിത്തീരും. അങ്ങനെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമായത് നീ ചെയ്യുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ, മിദ്യാന്യരുടെ നടുവിൽ ഇവൻ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഒരിക്കൽ ധൈര്യത്തോടെ നിന്ന ജനം ഇപ്പൊ മിദ്യാന്യരെ നിമിത്തം ഭയപ്പെടുക. അത് നിമിത്തം ഇസ്രായേൽ ഒന്നടങ്കം ഭയഹേതുവായി വനങ്ങളിലും ഗുഹകളിലും ഓടി ഒളിക്കുമ്പോ ഇതാ മനശ്ശെ ഗോത്രത്തിൽ ഹല്ലേലൂയ ഒരുവൻ അവന്റെ നന്മ മറ്റാർക്കും വിട്ടുകൊടുക്കലെന്ന് പറഞ്ഞ് അവന്റെ നന്മയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗിദെയോനെ നമുക്ക് അവിടെ കാണപ്പെടുവാനിടയായിത്തീരും. ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതികൂലങ്ങളുടെ നടുവിൽ പലരും ഭയപ്പെട്ട് ഓടി വനാന്തരങ്ങൾ ഓടി ഒളിക്കുന്നതിന്റെ നടുവിൽ ഇതാ ഒരു ഗിദെയോൻ ഹല്ലേലൂയ എന്റെ നന്മ മറ്റാർക്കും വിട്ടുകൊടുക്കലെന്ന് പറഞ്ഞ് അവന്റെ നന്മകളെ കാത്തു സൂക്ഷിപ്പാൻ ഒരു ഗിദെയോൻ തയ്യാറാകുക. അങ്ങനെ ഒരു ദൂതിന് വിളിച്ചു പറയട്ടെ, സ്വന്തം നന്മ കാത്തു സൂക്ഷിപ്പാൻ, നിന്നിൽ പകർന്ന അഭിഷേകത്തെ കാത്തു സൂക്ഷിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ ജനങ്ങളുടെ വ്യക്തികളുടെ മേൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ, അതേ ശത്രു അപഹരിച്ചു പോയ ചില വഴികളെ നന്മകളെയും കണ്ടെത്തി കൊടുക്കുവാൻ നിന്നെ ദൈവ അഭിഷക്തന്മാരെ പോലെ ദൈവഭക്തന്മാരാക്കി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. സ്വന്തം നന്മ കാത്തു സൂക്ഷിക്കുന്നവനിലൂടെയാ മറ്റൊരുവരുടെ നന്മ അവന്റെ കരത്തിൽ ഏൽപ്പിക്കുകയുള്ളൂ. ദൈവം ഗിദെയോനെ നോക്കുമ്പോ ഹല്ലേലൂയ മുന്തിരിച്ചക്കിനരികിൽ ഗോതമ്പ് മെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്തിരിച്ചക്കിനരികിൽ ഒരു പക്ഷേ മുന്തിരി മാത്രം മെതിച്ചെടുക്കാൻ കഴിയുകയുള്ളെങ്കിലും ഇവിടെ ഇതാ എങ്ങനെയെങ്കിലും കിട്ടുന്നതാകട്ടെ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ മുന്തിരിച്ചക്കിന് ഗോതമ്പ് അവൻ മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് യഹോവയാ ദൈവം കണ്ടു. അവനെ കണ്ടിട്ട് യോവേശിന്റെ അപ്പന്റെ കരുവാലകത്തിന്റെ നടുവിൽ യഹോവ ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുക പ്രകാരം, അല്ലയോ ഗിദെയോനെ, അവനോട് പറയുന്ന പേരുണ്ട്, നീ ഒരു പരാക്രമശാലിയാ. അവന് പ്രത്യക്ഷമായ ദൂതപ്രകാരം പറയുക, നിന്നോടുകൂടെ യഹോവ നിന്നോടുകൂടെയുണ്ട്. ഹല്ലേലൂയ.
പ്രൈസല്ലോ ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമായത്, ദൈവത്തിന് ഹിതമായത് നീ ദൈവത്തിന് ചെയ്തെടുക്കുമ്പോൾ മറ്റാരും നിന്റെ അരികിൽ കാണുകയില്ലായിരിക്കാം, ദേശം നിന്റെ കൂടെ കാണുകയില്ലായിരിക്കാം, സഹപാഠികൾ നിന്റെ കൂടെ കാണുകയില്ലായിരിക്കാം, നീ സ്നേഹിക്കുന്ന സഭാ കൂടിവരകൾ ഇടവകൾ വ്യക്തികൾ നിന്റെ കൂടെ കാണുകയില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം, നിന്നോട് കൂടെയുള്ള ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ പൂർത്തീകരിപ്പാൻ, നിന്നെ സബലമാക്കുവാൻ, നിന്റെ പ്രവൃത്തികളെ സബലീകരിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഇതാ ഗിദെയോന്റെ അരികിൽ കടന്നു വന്ന് ഗിദെയോന് പറയാം, നീ പരാക്രമശാലിയ. ഗിദെയോൻ ഒന്ന് ഞെട്ടിക്കാണും, അയ്യോ ഞാൻ പരാക്രമശാലിയോ? കാരണം ഞാൻ പരാക്രമശാലിയെങ്കിൽ ഞാൻ ഇവിടെ മുന്തിരിച്ചക്കിന്റെ നടുവിൽ ഗോതമ്പ് മെയ്തുകൊണ്ടിരിക്കുകയില്ല. ഞാൻ എന്റെ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കടന്നു വരുന്ന മിദ്യാനിയുടെ നടുവിൽ ഞാൻ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ദൈവം കണ്ടത്, മോനെ നിന്റെ അല്പമായ ശക്തി ബലഹീനതയാണെങ്കിലും എന്റെ ശക്തി നിന്റെ കൂടെ വരുമ്പോൾ, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരുമ്പോൾ നീ ഒരു പരാക്രമശാലിയായിത്തീരും. എന്നെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാവേ, നീ ബലഹീനനായിരിക്കാം, നിന്റെ നന്മ പോലും പലപ്പോഴും നിനക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കാം. പക്ഷേ അത് കാത്തു സൂക്ഷിക്കണമെന്ന് ഒരു ബോധത നിനക്കുണ്ടായിരിക്കാം. പക്ഷെ വെളിവനായ ദൈവം നിന്റെ കൂടെയുണ്ട്. വെളിവനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില അസാധ്യമായ ചില വിഷയങ്ങളെ സാധ്യമാക്കുവാൻ വെളിവനായ യഹോവ നിന്റെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായിത്തീരും. ഈ സായസന്ധ്യ ഒരു കാര്യം ഓർക്കണമേ, സകലതും കൈവിട്ടെന്നും സകലതും ഇല്ലായ്മ പോയെന്നും ഒരു പക്ഷെ നീ കരുതാം. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ സാന്നിധ്യം നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. യേശുവിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടെങ്കിൽ തിരയുടെ തിരമാലകളുടെ നടുവിൽ നിനക്ക് അക്കരയുടെ തുറമുഖത്തെത്തുവാൻ നിനക്ക് കഴിയുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, പ്രൈസ് ദി ലോർഡ്, മിദ്യാന്റെ നടുവിൽ ഈ ഗിദെയോനെ ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ പുറത്തു കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഈ വലിയൊരു നിയോഗം ഗിദെയോൻ ഏറ്റെടുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഈ നിയോഗത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗിദെയോൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഇതാണ്, ദൈവം നൽകിയിരിക്കുന്ന ചില നിയോഗങ്ങളെ ഏറ്റെടുക്കാൻ കഴിയാതെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, അത് ഭവനത്തെ കണ്ടുകൊണ്ടിട്ട്, വ്യക്തികളെ കണ്ടിട്ട്, ദേശത്തെ കണ്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിദ്യാഭ്യാസത്തിന്റെ നിലയും നിലവാരം കണ്ടിട്ട്, പക്ഷെ ദൈവ നിയോഗത്തെ പലപ്പോൾ ഏറ്റെടുക്കാൻ കഴിയാത്ത പല വ്യക്തികൾ എന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഗിദെയോനോട് ദൈവം സംസാരിക്കുമ്പോൾ ഗിദെയോൻ ആദ്യം പറഞ്ഞു, അയ്യോ ദൈവമേ, ഞാൻ മനശ്ശെ ഗോത്രത്തിൽ എന്റെ കുലം ഏറ്റവും ചെറുതാണ്, ഞാൻ ഏറ്റവും ചെറിയവനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ പറയാൻ കാരണം എന്നറിയാമോ? ഈ വലിയൊരു നിയോഗം എന്റെ മേൽ അങ്ങ് നൽകപ്പെട്ടിരിക്കുക. പക്ഷേ ഈ നിയോഗം ഏറ്റെടുക്കുവാൻ എന്റെ കുലം കൊണ്ട് നോക്കിയാൽ ഇത് കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, ആത്മീയമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂതനെ വിളിച്ചു പറയട്ടെ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഒരു പക്ഷെ ദൈവത്തിന്റെ നിയോഗം കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളോ കുടുംബത്തിന്റെ ബലഹീനതകൾ കവിയുന്നതാണ് ദൈവത്തിന്റെ നിയോഗം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബത്തിലെയും കുടുംബത്തിന്റെ പോരായ്മകളെയും കണ്ടിട്ട്, നിന്റെ ബലഹീനതകളെ കണ്ടിട്ട് ദൈവത്തിന്റെ നിയോഗത്തെ നീ സംശയിക്കാതെ അതിനുവേണ്ടി നീ സമർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ സമർപ്പണത്തെ കണ്ട് ദൈവം അത് പൂർത്തീകരിക്കുന്ന ഒരു വലിയവനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പക്ഷെ നിന്റെ ബലഹീനതയായിരിക്കാം, പക്ഷെ നിന്റെ ബലഹീനതയോടുകൂടെ ദൈവത്തിന്റെ അത്യന്ത ശക്തി നിന്നോടുകൂടെ വഹിക്കുന്നുണ്ടെങ്കിൽ ബലഹീനത തികഞ്ഞു വരുന്ന അത്യന്തമായ ദൈവശക്തി സകലത്തെയും പൂർത്തീകരിപ്പാൻ അവിടുന്ന് സർവശക്തനായ ദൈവം. ഒന്ന്, അവനിലേക്ക് കടന്നു വന്ന ആത്മാവിന്റെ നിയോഗത്തെ അവൻ മാറ്റിക്കളയുവാൻ അവന്റെ കുടുംബത്തെ ഒന്ന് നോക്കുവാൻ ഇടയായി തീർന്നു. ഈ സന്ധ്യ സമയം എന്നെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാവേ, ആത്മാവിന് ദൂത് കൈമാറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കണമേ, 7 സംവത്സരം ആ മിദ്യാനിയർ അവരുടെ നന്മയെ കീഴ്പ്പെടുത്തിയത്. 7 സംവത്സരം നിരന്തരമായി 7 സംവത്സരം നന്മയെ കീഴ്പ്പെടുത്തി. പക്ഷെ ദൈവത്തിന് അകന്നുപോയ ചില മേഖലകളുടെ നടുവിൽ നിന്ന് നീ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകുന്നെങ്കിൽ നീ കഴിഞ്ഞുപോയ ചില സംവത്സരങ്ങളെ, നഷ്ടമായ ചില ദിവസങ്ങളെ, കഴിഞ്ഞുപോയ ചില സംവത്സരങ്ങളെ അവൻ മടക്കിക്കൊണ്ടുവന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില നഷ്ടങ്ങളെ നേട്ടമാക്കി കൊണ്ടുവരുവാൻ സർവശക്തനെന്ന് ദൈവാത്മാവ് ഈ വചനം ശ്രദ്ധിക്കുന്ന ചില പ്രേക്ഷകരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വൈദേശിക രാജ്യത്ത്, പ്രൈസ് വിദേശ രാജ്യത്ത്, പ്രൈസ് നീ കണക്ക് കൂട്ടിയ പലതും, പ്രൈസ് ഒരുക്കമാക്കിയ പലതും, പ്രൈസ് ദി ലോർഡ്, മിദ്യാന ശക്തികൾ കടന്നു വന്ന് അത് നഷ്ടമാക്കിയ ചില വ്യക്തിത്വങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ മടങ്ങി വരാൻ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് നഷ്ടമായ സംവത്സരങ്ങളെ, നഷ്ടമായ ദിവസങ്ങളെ അവൻ മടക്കിക്കൊണ്ടുവന്ന് പ്രൈസ് ദി ലോർഡ് പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിപ്പാൻ സർവശക്തന്റെ കരം നിന്നോടുകൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയോഗം ഗിദെയോൻ ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ കുടുംബത്തെ നോക്കി. 2, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ദൈവ നിയോഗം ഏറ്റെടുക്കാൻ തടസ്സമായി അവന് കടന്നു വന്ന പ്രാരംഭത്തിലെ ചില വിഷയങ്ങൾ സംശയമായിരുന്നു.
ദൈവം എന്നോട് കൂടി ഉണ്ടാകുമോ എന്നൊരു സംശയം. അതിനുവേണ്ടി ദൈവസന്നിധി ചില ഉടമ്പടിയുമായി ദൈവത്തോട് സംസാരിക്കുന്ന കാണപ്പെടുന്നു. പ്രൈസല്ലോ ഹല്ലേലൂയ. ആട്ടിൻരോമം രാത്രിയിൽ മുറ്റത്ത് വിരിക്കപ്പെട്ട് അതിന്റെ അകത്തളങ്ങളിൽ മഞ്ഞ് വീഴണം, അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ മഞ്ഞ് വീഴാതിരിക്കണം എന്ന് ഒക്കെ പറഞ്ഞ് ഉടമ്പടി ദൈവത്തോട് ചെയ്യുന്നു. അവന്റെ ഉടമ്പടിയെ ദൈവം സാധ്യമാക്കിയും അവന്റെ സംശയത്തിന് നിവാരണം ചെയ്യുക. പലപ്പോഴും ഈ ദൈവീയ നിയോഗത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത പല സംശയ വിചാരങ്ങളോടുകൂടി ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ പലപ്പോഴും നിന്റെ സംശയങ്ങൾക്കൊരു മാറ്റം സംഭവിച്ച് ആത്മാവിൽ ആ നിയോഗത്തെ ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പൂർത്തീകരണം വെളിപ്പെടുത്തുവാൻ കഴിയും. ദൈവ നിയോഗത്തോട് പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം അവനിൽ തന്നെ, അവന്റെ ഗൃഹത്തിൽ തന്നെയാ ഒരു വ്യതിയാനം വെളിപ്പെടുത്തേണ്ടത്, ശുദ്ധീകരണം വെളിപ്പെടുത്തേണ്ടത്. ഗിദിയോനെ ദൈവം ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ ഗിദിയോനോട് ഒരൊറ്റ ശൈത്യവനെ ഇസ്രായേലിനെ മുഴുവനും അവരുടെ വിജയത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഗിദിയോനോട് ദൈവം ചില കാര്യം പറയുക. ഗൃഹത്തിന്റെ അകത്ത് ചില പണിയെടുക്കുന്ന ചില അനുഭവങ്ങൾ, പണിതെടുക്കേണ്ട ചില അനുഭവങ്ങളുണ്ട്, ചില ഇടിച്ചെടുക്കേണ്ട അനുഭവങ്ങളുണ്ട്. ഗൃഹത്തിന്റെ അകത്തളങ്ങളിൽ ചില ശുദ്ധീകരണത്തിലേക്ക് ചില കൊണ്ടുവരേണ്ട അനുഭവങ്ങളുണ്ട്. നിന്റെ അപ്പനായ യോവേസ് ഇളയ ചില കാളകളെ എനിക്ക് വേണ്ടി യാഗമർപ്പിക്കേണ്ട ചിലത്, അത് ബാലിന് വേണ്ടി യാഗമർപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. പക്ഷെ എനിക്കുള്ളത്, എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് പഴയതായ ചിലത് ഇടിച്ചു കളഞ്ഞ് ആ തലത്തിലൂടെ ഈ നിയോഗത്തോടെ മുന്നേറുവാൻ ഗിദിയോനോട് ദൈവം പറയുക. അങ്ങനെയെങ്കിൽ ഒരു ആത്മീയ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിന്റെ നിയോഗം നിന്നെ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മിൽ ചില പണികൾ നടക്കുവാനിടയാകണം. നമ്മിൽ ചില പണികൾ നടന്നു കഴിഞ്ഞാൽ നമ്മിൽ പ്രശ്നങ്ങളിലായിരിക്കുന്ന ഒരു ജനത്തിനും ആ ആത്മാവിന്റെ വിടുതലുകൾ അത് വെളിപ്പെടുവാനിടയായിത്തീരും. ഗിദെയോൻ അവന്റെ ഗൃഹത്തിന്റെ അകത്ത് ഇതുവരെ അവന്റെ ആരാധന പിതൃപാരമ്പര്യമായി ആരാധിച്ചു കൊണ്ടിരുന്ന ആരാധന അനുഭവങ്ങളിൽ ചില ദൈവത്തിന്റെ ഹിതപ്രകാരമായി ചില പ്രവൃത്തി ചെയ്യുവാനിടയായിത്തീർന്നു. പ്രൈസലോ ഹല്ലേലൂയ. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രൈസലോ ഹല്ലേലൂയ ഒരു പക്ഷേ ദേശത്ത് നിൽക്കാൻ കഴിയാത്ത ചില തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട അനുഭവം കടന്നു വന്നു. പ്രൈസലോ ഹല്ലേലൂയ. എന്നാൽ പ്രൈസലോ ഹല്ലേലൂയ അപ്പന്റെ ഹൃദയത്തെ പോലും തനിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത് യോവേഷ് പറയുക, ബാല തന്നെ പ്രൈസലോ ഹല്ലേലൂയ അവനോട് പ്രതികാരം ചെയ്യട്ടെ, നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ട. ഇത് വരുന്ന മുമ്പ് തന്നെ ഈ യോവേഷ് ആരായിരുന്നു? ഈ പിതാവ് ആരായിരുന്നു? ബാൽ ആരാധനയുമായി കടന്നുപോയ വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുക, അവന്റെ ഹൃദയത്തെ, യോവേഷിന്റെ ഹൃദയത്തെ പോലും അവിടെ മാറ്റുക. ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമോ? പ്രൈസലോ ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിന്നോടുകൂടെയും നിലനിൽപ്പാൻ ആഗ്രഹിക്കുക. ദൈവത്തോടൊപ്പം നീ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിബന്ധങ്ങളെയും ദൈവം ഏറ്റെടുക്കുവാനിടയാക്കി തീരുക. മറിയയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. മറിയ വലിയൊരു വായ്ത്തത്വം അവൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചില ഭവിഷ്യത്ത് സംഭവിക്കാൻ പോകുക. യോസേഫ് വിവാഹബന്ധത്തിന് വേർപിരിയാൻ പോകുക. ഹല്ലേലൂയ. അത് മാത്രമല്ല നിന്ദിക്കപ്പെടാൻ പോകുക. അത് മാത്രമല്ല ഈ വായ്ത്തത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു ശിശുവിന് ഹല്ലേലൂയ അവിടെ ഗർഭപാത്രം അത് ഉരുവാകേണ്ടതിന് വേണ്ടി അത് സമർപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ മരണശിക്ഷ ആ കാലഘട്ടത്തിലുണ്ട്, സംഭവിക്കാൻ പോകുക. ഈ ഒരു വായ്ത്തത്വം ഏറ്റെടുക്കുമ്പോൾ 3 തരം വിഷയങ്ങൾ താൻ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ കണ്ണുമടച്ച് ദൈവത്തിന്റെ ഹിതമെന്ത് അതിനുവേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ച എന്താണെന്നറിയാമോ? അവൾ ദൈവത്തിന്റെ ഹിതത്തെ ഏറ്റെടുത്തപ്പോൾ, ദൈവത്തിന്റെ പദ്ധതി ഏറ്റെടുത്തപ്പോൾ അവിടെ വിഷയത്തെ ദൈവം ഏറ്റെടുക്കുവാനിടയായിത്തീർന്നു. യോസേപ്പിനോട് ദൈവം ഇടപെട്ടു, സ്വപ്നത്തിൽ ഇടപെട്ടു. ഹല്ലേലൂയ. ആദ്യം തന്നെ അവിടെ നിന്നയുടെ വിഷയം ദൈവം ഏറ്റെടുത്തു. എന്താ ഏറ്റെടുത്തെന്ന് അറിയാമോ? ഇന്നു മുതൽ നീ വന്ദിക്കപ്പെടുവാനിടയായിത്തീരും. ജനത്തിനു നടുവിൽ നീ ഇനി നിന്നാ പാത്രമാകുകയല്ല, ജനത്തിനു വന്ദിക്കപ്പെടാൻ പോകുക. പ്രൈസലോ ഹല്ലേലൂയ. പ്രൈസലോ ഹല്ലേലൂയ. ഇനി മുതൽ നിങ്ങൾക്ക് മരണമല്ല. ഇതിനെ ശ്രമിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ചില നിന്ദകൾ സഹിച്ചുകൊണ്ട്, പ്രൈസലോ അപവാദങ്ങൾ സഹിച്ചുകൊണ്ട് നീ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ നിയോഗത്തെ ആത്മാവിൽ ഏറ്റെടുക്കുന്നെങ്കിൽ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നെങ്കിൽ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന ചില വിഷയത്തെ ദൈവം തന്നെ ഏറ്റെടുത്ത് ഇതിന്റെ നടുവിൽ ഒരു പൂർത്തീകരണം ഏർപ്പെടുത്തുവാൻ ദൈവം സർവശക്തനായ ദൈവം. അതാണ് ഗിദെയോന്റെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നത്. അവൻ നിയോഗത്തിനനുസരിച്ച് മുന്നേറുവാൻ ഇടയായി തീർന്നപ്പോൾ ഒരൊറ്റ ശക്തി വന്ന വണ്ണം നഷ്ടപ്പെട്ടു പോയ ജനത്തിന്റെ അവകാശങ്ങളെ മടക്കി വരുത്തുവാൻ ഇടയായി. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ കാറ്റുകളും തിരമാലകളും നമുക്ക് ആഞ്ഞടിക്കുമ്പോഴും അതിന്റെ നടുവിൽ നമ്മെ ജയകരമായി നടത്തുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവം നമ്മോടൊപ്പം യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ദൈവത്തിന് പ്രസാദമായി ഇത് ചെയ്യും.
പ്രൊയ്സലോ, നാം ദൈവത്തിന് പ്രസാദമായി ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മയുണ്ടാകണം. അതാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പ്രൊയ്സലോ കയ്യനോട് ബന്ധത്തിൽ യഹോവയായ ദൈവം പറയുന്ന പ്രകാരമാണ്. പ്രൊയ്സലോ ഹല്ലേലൂയ, നീ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നന്മ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം നിന്നെ പ്രസാദിച്ചേനെ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ പ്രസാദിക്കണമെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടാകണമെങ്കിൽ പ്രൊയ്സൽ നമ്മൾ ഹൃദയത്തിൽ നന്മയുണ്ടായി ദൈവഹിതത്തിലേക്ക് ആരായുന്ന ഹൃദയവുമായി ദൈവഹിതത്തിലേക്ക് നോക്കുന്ന ഒരാത്മ കണ്ണ് പ്രാപിക്കപ്പെട്ട് വിശ്വാസത്തിന്റെ ആത്മദർശനം പ്രാപിച്ച് മുന്നേറാൻ തയ്യാറാകുന്നെങ്കിൽ ഈ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഇനി ലഭ്യമാകില്ലെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ചില അവകാശങ്ങൾ ദൈവം ചില വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി മടക്കി വരുത്തുവാൻ സർവശക്തനാകുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് സംസാരിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് അടയ്ക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ വചനത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവം പ്രാർത്ഥിപ്പടിയാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പൊന്നു പാതാന്തി ഞങ്ങൾ എടുത്തു വരുന്നു. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ പ്രതാവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഞങ്ങൾ ഭയപ്പെടുവാനല്ല, അതിന്റെ മീതെ ഒരു ജയകരമായ ജീവിതം നയിച്ച് ജയകരമായ പൂർത്തീകരണം നടത്തുവാൻ ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന അങ്ങയിലൂടെ ഞങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയുമല്ലോ. അങ്ങയുടെ തിരു സാന്നിധ്യം ഈ ജനത്തോട് കൂടി ഇരിക്കുമാറാകണമേ. ഇതിന്റെ അകത്തലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവകാശമാക്കി വിതച്ച ചില അവകാശങ്ങളെ അത് നഷ്ടമാക്കി പ്രൊയ്സലോ ഹല്ലേലൂയ കാലയളവുകളും സംവത്സരങ്ങളും നഷ്ടമായി എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വേദനയോടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കർത്താവേ, ഇന്ന് പകൽക്കാലം അവർ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെയും നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെയും ഈ ദിവസങ്ങൾക്ക് മടക്കി നൽകേണ്ടതിന് പ്രൊയ്സല മാനസാന്തരത്തിന്റെ അനുഭവങ്ങളും ദൈവഹിതമായ ഹൃദയങ്ങളും അവർക്ക് നൽകി ദൈവം അവരെ ആദരിക്കണമേ. അവരുടെ തലമുറകൾ നഷ്ടമായി പോയ ചില മാതാപിതാക്കൾ, ഈ തലമുറയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോയ ചില മാതാപിതാക്കൾ, പ്രൊയ്സ കുടുംബത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ച ചില മാതാപിതാക്കൾ, പ്രൊയ്സലോ ഹല്ലേലൂയ എന്റെ ശുശ്രൂഷയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ചില അഭിഷക്തന്മാർ ഇന്ന് പകൽക്കാലം ഈ സായം സന്ധ്യ സമയത്ത് ദൈവത്തിന്റെ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇവരോട് കൂടെ ഇരുന്ന് നഷ്ടപ്പെട്ടു പോയത് ദൈവം അവർക്ക് മടക്കി നൽകി ഈ തന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സഹായവും കരുണയും ഈ ജനത്തോട് കൂടിയിരിക്കും. വിടുതലിന്റെ സാക്ഷ്യം കേൾപ്പാൻ പിന്നെയും ദൈവം അവസരങ്ങൾ നൽകണമേ. ഈ വചനത്തായി ഈ ജനത്തെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈ വചനം ശ്രവിച്ച മാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തി കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ 1 മണി വരെയും ഞായറാഴ്ച 10 മണി മുതൽ 1 മണി വരെയും ആരാധനകൾ പുനലൂർ ഷാരം വർഷിപ്പ് സെന്റർ MLA റോഡിലുള്ള ഷാരം വർഷിപ്പ് സെന്ററിൽ വെച്ചുണ്ടായിരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ നിങ്ങൾക്ക് ദൈവം അവസരം നൽകുന്നെങ്കിൽ പ്രകാരം ചെയ്യട്ടെ. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ദൈവീയാലോചനകളോ ദൂതുകളോ ദൈവ ആത്മാവിൻ കേൾക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിപ്പാനിടയാകട്ടെ. ദൈവാത്മാവിന്റെ ആലോചനകളോ ഷെയറുവാനും നിങ്ങളുടെ ആത്മീയമായ തലത്തിലേക്ക് അതേ വഴിനിർത്തുവാനും ഞങ്ങൾ സദാ സന്നദ്ധരായിരിക്കുന്നു. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം സർവകൃപാലുവായ ദൈവം അടുത്തൊരാഴ്ച നമുക്ക് കാണുന്നവരെ മാനുവിന്റെ ചെറുകൻ നടുവിൽ നമ്മെ സംരക്ഷിക്കപ്പെടുവാനും ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു.